ഹലോ ഡിയേഴ്സ്, അങ്ങനെ ഇന്ന് 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് റിസൾട്ട് വരുമോ എന്നുള്ള ഒരു കാര്യം പലരും അതിനകത്ത് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ അതിലോട്ട് നമുക്ക് വരാം. കാരണം യൂട്യൂബിൽ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാകും. 21-ാം തീയതി 5 മണിക്ക് +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട് ചെക്ക്, അതിനകത്ത് എന്താണ് കൃത്യമായ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല പലരും ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, സേയുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും, പൊതുവെ അതിനകത്ത് എന്താണ് മാർക്ക് കിട്ടാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സേയുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു, സ്റ്റുഡൻസിന് അതിനകത്ത് സേക്ക് ആ രീതിയിൽ മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിലോട്ടൊക്കെ ഞാൻ അതിനകത്ത് വരാം. അപ്പൊ ആദ്യം അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ടെന്നേ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ബാച്ചിൽ 5 മാർക്കുമായി ഫെയിലായി വന്നവർക്ക് പോലും 24, 6, 27 അങ്ങനെ 5 or 7 എങ്ങാണ്ട് അഡ്ഡപ്പടലം ഫെയിലായിട്ട് 28, 6, 32, 16 മാർക്കുമായി ഫെയിലായിട്ട് 40 റൗണ്ട്, 9, 31, 17, 30 അങ്ങനെ 10, 28 അങ്ങനെ ഇനി ഒരുപാട് കേസുകൾ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുക, അതിനകത്ത് സേ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പിന് എഴുതിയാൽ അതിനകത്ത് മാർക്ക് വരും, നിങ്ങൾ ഇക്വേഷൻ എഴുതിയാൽ അതിനകത്ത് അതിൻ്റെതായ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ മാക്സിമം ക്വസ്റ്റനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ആ പാസ് മാർക്കൊക്കെ കിട്ടും. നിങ്ങൾ പോസിറ്റീവായിട്ട് ആ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുക. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കിലോട്ട് എത്താൻ സാധിക്കട്ടെ. സോ ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റിലോട്ട് പോകുമ്പോൾ അപ്പം അതിനകത്ത് ഇനിയിപ്പം ഈ ഒരു സേയുമായി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഇതിനകത്ത് വീഡിയോസ് ആക്കിയിട്ട് വരും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും, ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം ലൈക്ക്, കമന്റ്, ഷെയർ കാര്യങ്ങൾ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് സേയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത്. നിങ്ങൾ വാട്സാപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം കോൾ എടുക്കാൻ അതിനകത്ത് തിരക്ക് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമുക്ക് അപ്ഡേറ്റുകളിലോട്ട് പോകാം. അപ്പം അതിനകത്ത് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴേ ഇതിനകത്ത് 25 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ 25 തന്നെയാണ് നമുക്ക് അതിനകത്ത് കൃത്യമായ അപ്ഡേറ്റ് എന്ന് പറയുവാനുള്ളത്. സോ നിങ്ങൾ മറ്റ് വീഡിയോകളൊക്കെ കണ്ടിട്ട് അതിനകത്ത് നിങ്ങൾ ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ 25 അതിനകത്ത് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി അതിന്റെ ലിങ്ക് കാര്യങ്ങൾ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ അതിനകത്ത് ഷെയർ മറക്കല്ലേ, ഹൈപ്പ് കാര്യങ്ങൾ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.